ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫോക്കസ് മോഡുകളെ കുറിച്ചാണ്. ഓക്കെ, ക്യാമറയിൽ പല സ്ഥലങ്ങളിലും ഈ മോഡുകൾ വരുന്നുണ്ട്. ക്യാമറ മോഡുണ്ട്, ഫോക്കസ് മോഡുണ്ട്, അങ്ങനെ കുറേ മോഡുകളുണ്ട്. അപ്പം ഇത് ഫോക്കസ് മോഡുകളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം ഫോക്കസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ക്യാമറ പ്രധാനമായിട്ടും ലോക്ക് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ക്യാമറയിൽ നിന്നും നിങ്ങളുടെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ലോക്ക് ചെയ്യാണ് അത് ചെയ്യുന്നത്. അത് നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ആണെങ്കിൽ അവിടെ ലോക്ക് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ വൈൽഡ് ലൈഫ്, സ്പോർട്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സിനെ ഷൂട്ട് ചെയ്യേണ്ട പല സന്ദർഭങ്ങളും വരും. നമ്മുടെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ രണ്ട് വിധത്തിലുള്ള ഒബ്ജക്റ്റുകളാണ് വരിക. ഒന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളും മറ്റൊന്ന് നിശ്ചലമായി നിൽക്കുന്ന വസ്തുക്കളും. ഈ രണ്ടിനും രണ്ട് വിധത്തിലാണ് നമ്മൾ ഫോക്കസിങ് ഉപയോഗിക്കുന്നത്. നിശ്ചലമായി നിൽക്കുന്ന വസ്തുക്കളെ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോക്കസിനെ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയും. ഓട്ടോ ഫോക്കസ്, സ്റ്റാറ്റിക്. അതായത് ഇതിൽ ഇങ്ങനെ ഈ സ്റ്റാറ്റിക് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ നിങ്ങളുടെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം മെഷർ ചെയ്യുന്നു, എന്നിട്ട് അവിടെ ഫോക്കസ് ലോക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഇനി ആ ഒരു ഒബ്ജക്റ്റ് കഷ്ടകാലത്തിന് മുന്നോട്ടോ പുറകോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ അത് ശ്രദ്ധിക്കില്ല. എവിടെയാണോ നിങ്ങൾ ആദ്യം ലോക്ക് ചെയ്തത് അവിടെ തന്നെ നിൽക്കും. അപ്പം നിങ്ങളുടെ ഒബ്ജക്റ്റ് ചെറുതായിട്ട് മുന്നോട്ടോ പുറകോട്ടോ നീങ്ങിയാൽ അത് ഔട്ട് ഓഫ് ഫോക്കസായി മാറും. ഫാസ്റ്റ് മൂവിങ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ്. ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോക്കസ് പോയിൻറ്റ്സിൽ ഏതിലാണോ നിങ്ങളുടെ ഒബ്ജക്റ്റ് ഉള്ളത് അതിലേക്ക് ഫസ്റ്റിൽ ഫോക്കസ് സെറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഒരു സെക്കൻഡിൽ 16, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, 16 തവണയെങ്കിലും, ഒരു സെക്കൻഡിൽ 16 തവണയെങ്കിലും അത് ആ ഒബ്ജക്റ്റ് അതേ ദൂരത്തിൽ തന്നെയാണോ ഉള്ളത് എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ചെറുതായിട്ട് മുന്നോട്ട് നീങ്ങി വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുറകോട്ട് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് അതിൻ്റെ ദൂരം മെഷർ ചെയ്തിട്ട് ഒരു സെക്കൻഡിൽ 16 പ്രാവശ്യം അത് മെഷർ ചെയ്തിട്ട് നിങ്ങളുടെ ഫോക്കസ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വൈൽഡ് ലൈഫ്, സ്പോർട്സ്, അങ്ങനെയുള്ള ഫാസ്റ്റ് മൂവിങ് സിറ്റുവേഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് മോഡാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഫോക്കസ് മോഡുകളെ കുറിച്ചാണ്. ഫോക്കസ് മോഡ് 2 മോഡുകളാണുള്ളത്. ഒന്ന് ഓട്ടോ ഫോക്കസ് സ്റ്റാറ്റിക്കും, മറ്റൊന്ന് ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ്. ഓക്കെ, ഓട്ടോ ഫോക്കസ് സ്റ്റാറ്റിക്കിൽ അല്ലെങ്കിൽ AFS അല്ലെങ്കിൽ നിക്കോ, ക്യാനണിലാണെങ്കിൽ 1 ഷോട്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു മെത്തേഡിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ദൂരം ഫോക്കസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് അവിടെ തന്നെ നിൽക്കുകയും നിങ്ങളുടെ ഒബ്ജക്റ്റ് മൂവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഷാർപ്പായ പടങ്ങൾ കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ കണ്ടിന്യൂസ് ഫോക്കസ് മോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്ജക്റ്റ് മൂവ് ആയിക്കഴിഞ്ഞാലും അതിൻ്റെ കൃത്യമായിട്ട് ദൂരം മെഷർ ചെയ്തിട്ട് ഫോക്കസ് കറക്റ്റ് ചെയ്ത് തരും. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതല്ലേ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ വളരെ സിമ്പിളായിട്ടുള്ളത്, അതായത് കണ്ടിന്യൂസ് മോഡല്ലേ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഫോക്കസ്, ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു നിശ്ചിത ഫോക്കസ് പോയിന്റ് സെലക്ട് ചെയ്യണം. എക്സാമ്പിൾ, ഞാൻ സെൻറ്ററിലുള്ള ഫോക്കസ് പോയിന്റ് ചൂസ് ചെയ്തു, എന്നിട്ട് ഞാൻ കണ്ടിന്യൂസ് മോഡിൽ ഒരു കുട്ടി എൻ്റെ നേരെ ഓടി വരികയാണ്. അപ്പം ആ കുട്ടി സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഓടിയിട്ട് മറ്റേ സൈഡിലേക്കാണ് ഫോട്ടോഗ്രാഫിയിൽ പോകുന്നത്. മീൻസ് ക്യാമറയിലൂടെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ് പോകുന്നത്. എങ്കിൽ ഞാൻ സെൻറ്ററിലെ ഫോക്കസ് പോയിന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ആ കുട്ടിയെ ഫോക്കസ് ചെയ്യാൻ കിട്ടില്ല. കാരണം ഫോക്കസ് പോകുന്നത് സെൻറ്ററിലാണ്, കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ നിന്നാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, ക്യാമറ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെൻറ്ററിലുള്ള ഒരു ഫോക്കസ് പോയിന്റിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടി അതിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാത്രം ആ കുട്ടിയെ ക്യാമറ ഷാർപ്പാക്കും. അത് കഴിഞ്ഞാൽ കുട്ടി ആ ഫോക്കസ് പോയിന്റിനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഷാർപ്പാക്കി തരിക. അതായത് ഒരു ഫോക്കസ് പോയിന്റിൽ നിങ്ങൾ കണ്ടിന്യൂസ് ഫോക്കസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ആ മൂവിങ് ഒബ്ജക്റ്റ് ആ ഫോക്കസ് പോയിന്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളിപ്പം ഒരു ആനിമൽ ഓടി വരുന്നു, അതായത് നമ്മളൊരു വണ്ടിയിലാണുള്ളത്, അപ്പോൾ ദൂരെ നിന്ന് ഒരു കടുവ ഓടി വരികയാണ്. അപ്പോൾ ഓടി വരുമ്പം നിങ്ങൾ കണ്ടിന്യൂസ് ഫോക്കസിലാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഫോക്കസ് പോയിന്റ് ആ കടുവ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ ആ ഭാഗത്തൊട്ടൊക്കെ അതിൻ്റെ കൂടെ ട്രാക്ക് ചെയ്തിട്ട് ആ ഫോക്കസ് പോയിന്റ് അതിൻ്റെ ദേഹത്ത് തന്നെ ഒട്ടിച്ച് വെച്ചിരിക്കണം.
എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ കടുവ പെട്ടെന്ന് ഓടിപ്പോയി നിങ്ങൾക്ക് ആ ഫോക്കസ് പോയിന്റ് അതിൻ്റെ ദേഹത്ത് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ക്യാമറയ്ക്ക് കടുവയോ പുലിയോ കാർമേഘോ ആണോ ജീപ്പാണോ എന്നൊന്നും ക്യാമറയ്ക്ക് അറിയില്ല. അത് നോക്കുന്ന ആ സ്പെസിഫിക് പോയിന്റിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ദൂരത്തിലാണ് ഉള്ളതെന്ന് ഒരു സെക്കൻഡിൽ 16 പ്രാവശ്യം. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ നിന്നും പെട്ടെന്ന് കടുവ മാറിപ്പോയെങ്കിൽ ക്യാമറ പിന്നെ നോക്കുന്ന ആ ഫോക്കസ് പോയിന്റിൽ എത്ര ദൂരത്തിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് കുറേ ദൂരത്തിലുള്ള മരങ്ങളായിരിക്കും, അതിലേക്ക് കയറി ഫോക്കസ് സെറ്റാവും. എപ്പോഴും കണ്ടിന്യൂസ് ഫോക്കസ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഫോക്കസ് പോയിന്റ്, ഇതിപ്പം ഗ്രൂപ്പ് ആണെങ്കിലും സിംഗിൾ പോയിന്റ് ആണെങ്കിലും രണ്ട് കേസിലും ഞാൻ പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ദേഹത്ത്, ആ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ദേഹത്ത് തന്നെ ഈ ഫോക്കസ് പോയിന്റ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒബ്ജക്റ്റ് ഇടത്തോട്ട് നീങ്ങുമ്പോൾ ഇടത്തോട്ട് നിങ്ങൾ ക്യാമറ കൊണ്ടുപോകണം, വലത്തോട്ടും കൊണ്ടുപോകണം. എങ്ങോട്ടൊക്കെ അത് നീങ്ങുന്നുണ്ടോ ആ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്യാമറ അതിൻ്റെ ദേഹത്ത് തന്നെ വയ്ക്കണം. ഈ കണ്ടിന്യൂസ് ഫോക്കസിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ക്യാമറയിൽ നിന്നുള്ള ദൂരം മാത്രമാണ് മെഷർ ചെയ്യുക. വലത്തോട്ടോ ഇടത്തോട്ടോ മുകളിലോട്ട് പോകുന്ന കാര്യങ്ങൾ അത് മെഷർ ചെയ്യില്ല. നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് ക്യാമറ ആദ്യം ഫോക്കസ് ചെയ്യുമ്പം ഒരു 15 മീറ്ററിലായിരുന്നു നിങ്ങൾ ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നിങ്ങളുടെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫോക്കസ് പോയിന്റ് അതിൻ്റെ ദേഹത്ത് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മൂവ് ചെയ്യുമ്പം ആ ഒബ്ജക്റ്റ് 15 മീറ്ററിൽ നിന്ന് പെട്ടെന്ന് ഒരു 12 മീറ്ററിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോക്കസ് 12 മീറ്ററിലേക്ക് മാറ്റിത്തരും. ഇനി അത് തിരിച്ച് ബാക്കോട്ട് ഓടുകയാണ്. ബാക്കോട്ട് ഓടുമ്പം ഒരു 30 മീറ്റർ ദൂരത്തിലെത്തി, നിങ്ങളുടെ ക്യാമറ അപ്പോൾ 30 മീറ്ററിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കറക്റ്റാക്കി തരും. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫോക്കസ് പോയിന്റ്, ഗ്രൂപ്പ് ഫോക്കസ് ആയാലും സിംഗിൾ പോയിന്റ് ആയാലും, നിങ്ങൾ കൃത്യമായിട്ട് ആ മൂവിങ് ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ദേഹത്ത് തന്നെ ഏത് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു എന്തായാലും കണ്ണുകളുള്ള ജീവിയാണെങ്കിൽ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ നല്ലത്. പക്ഷേ പല സമയത്തും നമുക്ക് കണ്ണുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ദേഹത്തെങ്കിലും നമ്മൾ ഈ ഫോക്കസ് പോയിന്റ്സ് വെച്ചിട്ട് അതിൻ്റെ കൂടെ പാൻ ചെയ്ത് പോകണം. സ്റ്റാറ്റിക് ഫോക്കസിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു കടുവ ഓടി വരുന്നുണ്ട്, നിങ്ങൾ ഫസ്റ്റിൽ എവിടെയാണോ ഈ ഫോക്കസ് പോയിന്റ് അതിൻ്റെ ദേഹത്ത് വെച്ച് ഫോക്കസ് ബട്ടൺ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് ഫോക്കസ് ലോക്ക് ചെയ്യുക. അപ്പം ഒരു ഫാസ്റ്റായിട്ട് അത് ഓടി വരികയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേനും നിങ്ങളുടെ ഫോക്കസിൻ്റെ റേഞ്ചിൽ നിന്നും അത് ഔട്ടായിട്ടുണ്ടാവും. അപ്പം ബ്ലറി ആയിട്ട് ഇമേജാണ് കിട്ടുക. പക്ഷേ അതേ സമയത്ത് തിരിച്ച് ഒരാൾ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റാറ്റിക് ആണ്. കാരണം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് റീകൺഫേം ചെയ്യുന്നത് വരെ അവിടെ ലോക്കായി കിടക്കും, അത് ചെക്ക് ചെയ്യുകയില്ല. ഒരാളെ നിങ്ങൾ ഒരു എന്താ പറയുക സ്റ്റാറ്റിക് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയി കിട്ടും. പക്ഷേ അവിടെ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കണ്ടിന്യൂസ് ഇട്ടിട്ട് നിങ്ങൾ ഇപ്പം ഒരാളുടെ മുഖമാണ് ഫോട്ടോ എടുക്കുന്നത്, ഫ്രെയിം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെറുതായിട്ട് ക്യാമറ ചലിപ്പിക്കുമ്പോൾ അയാളുടെ ഫോക്കസ് പോയിന്റ് അയാളുടെ മുഖത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ അറിയാതെ അത് സൈഡിൽ ചെവിയുടെ താഴെ കൂടി പുറകിലോട്ട് നീങ്ങിപ്പോയാൽ ക്യാമറ അടുത്ത സെക്കൻഡിൽ നോക്കുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. അത് അപ്പോൾ റീഡ് ചെയ്യുക പുറകിലുള്ള മരങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങൾ വെച്ച മോഡൽ ഔട്ട് ഓഫ് ഫോക്കസും പുറകെ ബാക്ക്ഗ്രൗണ്ട് ഷാർപ്പായിട്ടും കിട്ടും. ഇത് കണ്ടിന്യൂസ് ഫോക്കസിൻ്റെ ഒരു ഡ്രോബാക്കാണ്. പക്ഷേ കണ്ടിന്യൂസ് ഫോക്കസിൻ്റെ ശരിക്കുള്ള ഉപയോഗം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും ഒരു പ്രശ്നവും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഫോക്കസ് രണ്ട് വിധത്തിലാണുള്ളത്, ഒന്ന് ഓട്ടോ ഫോക്കസും മറ്റൊന്ന് മാനുവൽ ഫോക്കസും. മാനുവൽ ഫോക്കസ് കൈകൊണ്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല, ഒഴിവാക്കി. നമ്മൾ ഓട്ടോ ഫോക്കസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഓട്ടോ ഫോക്കസ് തന്നെ രണ്ട് വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഓട്ടോ ഫോക്കസ് ഓട്ടോമാറ്റിക്കും ഓട്ടോ ഫോക്കസ് മാനുവൽ സെലക്ഷനും. ഓക്കെ, ഓട്ടോ ഫോക്കസ് ഓട്ടോമാറ്റിക് എന്നുള്ളത് റെയർ കേസിൽ സക്സസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ ഫോക്കസ് മാനുവൽ സെലക്ഷനിലേക്ക് പോകാം. ഓട്ടോ ഫോക്കസ് മാനുവൽ സെലക്ഷനിലേക്ക് വരുമ്പോൾ അത് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് സിംഗിൾ പോയിന്റ് സെലക്ഷനും മറ്റൊന്ന് ഗ്രൂപ്പ് പോയിന്റ്സിൻ്റെ സെലക്ഷനും. ഈ രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് ഏതും തന്നെ ഉപയോഗിക്കാം. ഇതാണ് ഫോക്കസ് ചെയ്യേണ്ട രണ്ട് മെത്തേഡിലൊന്ന്. ഇനിയിപ്പോൾ ഈ ഫോക്കസ് പോയിന്റ്സ് തന്നെ വർക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഫോക്കസ് മോഡുകൾ എന്ന വിധത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ഒരു ഫോക്കസ് പോയിന്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. ഒന്ന് സ്റ്റാറ്റിക് ആയിട്ട്, അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഫോക്കസ് ലോക്ക് ആയാൽ അവിടെ തന്നെ ലോക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ആ പോയിന്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ ദൂരം മെഷർ ചെയ്ത് ഈ ഫോക്കസ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ. ഇങ്ങനെ രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് മോഡുകൾ സെലക്ട് ചെയ്യാം.